പോഷൻ ട്രാക്കറിലെ 22 എന്ന പുതിയ വേർഷനിൽ ഒരു കുറച്ചുകൂടി ആഡ് ഓൺസ് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫുൾ ഗ്രോത്ത് ഹിസ്റ്ററി. അതായത് 0 മുതൽ 6 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം നമ്മൾ എല്ലാ മാസങ്ങളിലും നടത്താറുണ്ട്. ഇത്തരം കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റും നമ്മൾക്ക് തനത് മാസത്തിൽ രേഖപ്പെടുത്തിയാലും കഴിഞ്ഞ മാസത്തിൽ, അതായത് പ്രീവിയസ് മന്തിലെ റീഡിംഗ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വെച്ചിട്ടുള്ളത് നമ്മൾക്ക് ഈ മാസം ആ കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും എടുക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായി ഒരു മാസം കഴിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ കുട്ടിയുടെ വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പ്രീവിയസ് റീഡിംഗ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ നമുക്ക് പൂർണ്ണമായിട്ട് ആ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആ ഒരു വിഷമം മാറി നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ പുതിയ വേർഷനിൽ ആ കുട്ടിയുടെ ഫുൾ ഗ്രോത്ത് ഹിസ്റ്ററി നമ്മൾക്ക് എടുക്കാനുള്ള സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളത് ടീച്ചർമാർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഈ പോഷൻ ട്രാക്കറിനകത്ത് വന്നിട്ടുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ, പുതിയ ഒഴിവാക്കപ്പെടലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ടീച്ചർമാരും നിങ്ങളുടെ മൈൻഡിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കൃത്യമായി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുന്നത് പോഷൻ ട്രാക്കറുടെ ഡാറ്റകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് എല്ലാ മേഖലകളിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോഷൻ ട്രാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ വളർച്ച, ആ കുട്ടിയുടെ വളർച്ചയിലെ പുരോഗതി, അതൊക്കെയാണ് നമ്മളുടെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾക്ക് ബാക്ക് ഹിസ്റ്ററി ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും കൂടെ പോഷൻ ട്രാക്കർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫുൾ ഗ്രോത്ത് ഹിസ്റ്ററി എങ്ങനെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയുടെ പരിചയപ്പെടുന്നത്. അതിനായി ബെനിഫിഷ്യറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദാഹരണം 3 to 6 കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പോകുന്നത്, അവിടെ ആദ്യം കാണുന്ന ആദിത്രി എന്ന് പറയുന്ന കുട്ടിയുടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പോലെ തന്നെ വളർച്ചാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഗ്രോത്ത് മോണിറ്ററിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിയുടെ പ്രീവിയസ് റീഡിങ് നമുക്ക് കാണാൻ പറ്റും. ഈ മാസത്തെ റീഡിങ് രേഖപ്പെടുത്തേണ്ട സംവിധാനം കാണാം. ഇതിൽ കാണില്ല, കാരണം ഈ മാസത്തെ ഓൾറെഡി 19-ാം തീയതി രേഖപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് ആ പ്രീവിയസ് റീഡിംഗ് ആയിട്ട് അതവിടെ വന്നു. ഇനി അടുത്ത മാസത്തിലാണ് പ്രീവിയസ് റീഡിംഗ് ആയിട്ട് 19 നവംബർ 2024 കാണുകയും ഡിസംബർ മാസത്തിലെ ഏത് ദിവസമാണോ നിങ്ങൾ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്താൻ പോകുന്നത് അതായിരിക്കും കറണ്ട് മന്തിലെ ഗ്രോത്ത് നിങ്ങൾ രേഖപ്പെടുത്തുന്ന ആ ഒരു സമയം. ഇനി നമ്മൾക്ക് ഈ കുട്ടിയുടെ ഫുൾ ഗ്രോത്ത് ഹിസ്റ്ററിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പറഞ്ഞിരുന്നു. അതിന് വീണ്ടും അതിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ ഗ്രോത്ത് ഹിസ്റ്ററി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ ആ കുട്ടിയുടെ വയസ്സ്, മാസം, ആ കുട്ടിയുടെ ജെൻഡർ, അതിനുശേഷം സ്റ്റണ്ടിങ്, അണ്ടർ റേറ്റ്, ഫാസ്റ്റിംഗ്, ഈ 3 കാര്യങ്ങളും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ രജിസ്റ്ററിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നോക്കാൻ കഴിയും. ഇത് നമുക്കിതിൽ പ്രത്യേകിച്ച് രേഖപ്പെടുത്താനൊന്നുമില്ല. ഈ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം 3/10/2024 ആ കുട്ടി 53 മാസമായിട്ടുണ്ട്. ആ കുട്ടിയുടെ വെയ്റ്റ് 15, ഹൈറ്റ് 100. ശേഷം വീണ്ടും വരിക. അണ്ടർ റേറ്റിൻ്റെ കേസിൽ നിങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ 15/7. ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസവും നിങ്ങൾ രേഖപ്പെടുത്തിയ വിവരങ്ങൾ, അതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സ്റ്റണ്ടിങ്, ഇങ്ങനെ 3 തരത്തിലുള്ള വളർച്ചാ നിരീക്ഷണം നമുക്ക് ഫോക്കസ് ചെയ്തറിയാം. അതിന് തൊട്ട് താഴെ 3 മാസത്തെ ഹിസ്റ്ററിയാണ് നിലവിൽ നമുക്ക് കഴിഞ്ഞ അപ്ഡേഷൻ വരെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. അതിൽ 23/9, 23/9 ശേഷം 3/10, അതിനുശേഷം 19/11, ഇങ്ങനെ 3 മാസങ്ങൾ മാത്രമാണ് നിലവിൽ കാണാൻ സാധിച്ചുള്ളൂ. ആ കുട്ടിയുടെ ഹെൽത്ത് സ്റ്റാറ്റസ് നോർമലാണ് എന്നുള്ളതും കൃത്യമായിട്ട് ഇതിൽ കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ കോഡ് കാണാൻ പറ്റും. സാം എന്ന് പറയുന്നത് റെഡ്, മാം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് യെല്ലോ കളറ്, നോർമൽ എന്ന് പറയുന്നത് ഗ്രീനാണ്, ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമുക്ക് ഒരു ഡാർക്കായി കൊടുത്തിട്ട് ഒബീസും ഈ ഓവർ വെയ്റ്റ് എന്നുള്ളത്. കൃത്യമായി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫുൾ ഹിസ്റ്ററി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റണ്ടിങ്, അണ്ടർ വെയ്റ്റ്, വേസ്റ്റിംഗ്, ഇതിലെ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 കളർ കോഡ് വെച്ചിട്ട് സാം, മാം, നോർമൽ, ഓവർ വെയ്റ്റ്, ഒബീസ് എന്നുള്ള കളർ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കുട്ടിയുടെ ഫുള്ളായിട്ടുള്ള ഗ്രോത്ത് ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആ കുട്ടിയുടെ വളർച്ച നിരീക്ഷണം ഇത്ര മാത്രമാണ് ഈ മാസം വരെ എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനും കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ സംവിധാനം ഈ പോഷൻ ട്രാക്കറിലെ പുതിയ വേർഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു.